ഹലോ ഫ്രണ്ട്സ്, കുഞ്ഞു സ്റ്റോറിയുമായി മനുവാണ്. ഇന്ന് നമ്മുടെ മൂന്നാർ യാത്രയുടെ മൂന്നാമത്തെയും അവസാനത്തെയും ദിവസമാണ്. നമ്മളിപ്പോൾ വാഗമണ്ണിലാണ്. വാഗമണ്ണിൽ എന്ന് പറഞ്ഞാൽ വാഗമണ്ണിനടുത്തുള്ള ഏലപ്പാറയിൽ. മടി പിടിച്ചു കിടന്ന് റൂം ചെക്കൗട്ട് ചെയ്തപ്പോൾ 11 മണി കഴിഞ്ഞു. രാവിലെ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയപ്പോഴാണ് അടുത്തൊന്നും കടയില്ലെന്ന് മനസ്സിലായത്. ബൈക്ക് എടുത്ത് നേരെ വാഗമണ്ണിലേക്ക് വിട്ടു. ആദ്യമൊന്ന് മൊട്ടക്കൊന്ന് കാണാമെന്ന് കരുതി വണ്ടി സൈഡാക്കിയപ്പോൾ 8-9 ടൂറിസ്റ്റ് ബസ്സുകളോടെ കിടക്കും. നല്ല തിരക്കും. ഈ തിരക്കിൽ ഷൂട്ടിംഗ് ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കി നേരെ തങ്ങൾപ്പാറയിലേക്ക് പോയി. മേഘം തിറந்து കൊണ്ട് മണ്ണിൽ ഇറങ്ങി വന്ന് മാർബിൽ ഒളിந்து കൊള്ള വാവാ മാർബിൽ ഒളിந்து കൊണ്ടാൽ മറന്നു വരും കൂന്തലിൽ ഒളിந்து കൊള്ള വരവാ கூந்த தேவன் தூங்கும் பள்ளி அறையா மலர் சூடும் வயதில் என்னை மறந்து போவதுதான் முறையா நினைக்காத நேரம் இல்லை காதல் ரதி உன் பேரை சொன்னால் போதும் இன்று வழியிடும் காதல் நதியே என் சுவாசம் உன் மூச்சு உன் வார்த்தையின் അവിടെ അധികം സഞ്ചാരികൾ എത്തിയിട്ടില്ല. 5-6 നൂറ്റാണ്ട് വാഴും നിൻ വാഴ്വേ. കുറച്ചു നേരം കാറ്റും കോടയും ഒക്കെ ആസ്വദിച്ച് തങ്ങൾപ്പാറയിൽ ചിലവഴിച്ചു. ഇത് എൻ കനവാ മലകളെ മലകളെ ഇത് എന്നെ നിனைவா ഉരുകിയതേ எனதுள்ளம் பெருகியதே விழிவெள்ளம் விண்ணோடும் நீதான் மண்ணோடும் நீதான் கண்ணோடும் நீதான் வா. തങ്ങൾപ്പാറയിൽ നിന്ന് നേരെ കുരിശുമലയിലേക്ക്. ഞാൻ ഈ പറഞ്ഞ 2 സ്ഥലങ്ങളിലേക്കും ട്രക്ക് ചെയ്ത് കയറണം. എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ലാത്തത് കൊണ്ട് 2 സ്ഥലങ്ങളിലെയും എൻട്രൻസിൽ ചെന്ന് വീഡിയോ എടുത്ത് സലാം ചൊല്ലിപ്പോന്നു. ഇത് കൂടാതെ കുറേ അധികം ട്രക്കിംഗ് സ്പോട്ടുകളും ഓഫ് റോഡ് റൈഡിന് പറ്റിയ സ്ഥലങ്ങളും വാഗമണ്ണിലുണ്ട്. അഡ്വഞ്ചർ ട്രിപ്പ് പോകാൻ ഇഷ്ടമുള്ളവർ മാത്രം വാഗമൺ ഒരു ഡെസ്റ്റിനേഷനായി തിരഞ്ഞെടുക്കും. ഫാമിലി ആയിട്ടാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ വാഗമൺ ഒഴിവാക്കി ആ സമയം കൊണ്ട് മൂന്നാറിൽ ചെന്ന് അവിടെയുള്ള സ്ഥലങ്ങൾ കാണാൻ ശ്രമിക്കും. കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോകുമ്പോഴും ശനി ഞായർ ദിവസങ്ങൾ പരമാവധി ഒഴിവാക്കാനും ശ്രമിക്കുക. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.